ഡിയേഴ്സ്, എല്ലാവർക്കും സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണം ഇങ്ങെത്താറായല്ലേ? ഈ ഓണത്തിന് ഏറ്റവും മികച്ച സെയിൽസ് നിങ്ങളുടെ ബ്രാൻഡിലൂടെ നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഇന്ന് കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ്. നിങ്ങളൊരു ഫാഷൻ ബിസിനസ് ചെയ്യുന്ന, അതായത് നിങ്ങൾ ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യുന്നുണ്ടോ, ഒരു ക്ലോത്തിങ് ബ്രാൻഡ് നിങ്ങൾ നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ, ക്ലോത്തിങ് പ്രോഡക്റ്റുകൾ എങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ നമുക്കറിയാം, എല്ലാ മാസവും കൃത്യമായിട്ട് നമുക്ക് ഓർഡേഴ്സ് വരണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് കൂടുതലായിട്ട് നമുക്കൊരു വരുമാനം വരണം എന്ന് ആഗ്രഹിക്കുന്നത് എപ്പോഴാണ്? ഓണം, വിഷു, റംസാൻ, ക്രിസ്മസ് പോലെയുള്ള ഫെസ്റ്റീവ് സീസൺസിലൊക്കെയാണല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എങ്ങനെയാണ് ആളുകളിലേക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ ബ്രാൻഡിനെ എത്തിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇതൊരു ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ള ഒരു ഫെസ്റ്റിവലാണ് അല്ലേ. അത് മലയാളികൾ, നമുക്ക് അവിടെ എല്ലാ മലയാളികളും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്, എനിക്ക് ഓർഡർ കിട്ടുമോ, എനിക്ക് കച്ചവടം കിട്ടുമോ എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് എങ്ങനെ ഓണത്തിൻ്റെ ആ ഒരു ഇമോഷൻ ആളുകളിലേക്ക് എൻ്റെ ബ്രാൻഡിലൂടെ എത്തിക്കാം. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും ആടി സെയിലും ഓഫർ, ഡിസ്കൗണ്ട് സെയിലുകൾ, ഓണം ഓഫേഴ്സ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. എല്ലാ ഷോപ്പുകളും തുടങ്ങി. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് നമ്മളുടെ ഓഫ്ലൈൻ സ്റ്റോറിൽ, നിങ്ങളുടെ ഓൺലൈൻ ബ്രാൻഡിൽ നിങ്ങൾക്ക് ഇത് തുടങ്ങാനായിട്ട് സാധിക്കുന്നില്ല? നമുക്ക് ഉറപ്പായിട്ട് ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ്? നമ്മൾ ഒത്തിരി ബ്രാൻഡുകൾ ഇപ്പോൾ ഓൺലൈനിൽ നിങ്ങൾ തന്നെ നോക്കുന്ന ഒരുപാട് പേജസ് കണ്ടിട്ടില്ലേ. എല്ലാവരും ഓണം വൈബ് കിട്ടിക്കഴിഞ്ഞു, എല്ലാവരും ഒരു ഓണം മോഡിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ ഫസ്റ്റ് കൊണ്ടുവരേണ്ട നിങ്ങളുടെ ബ്രാൻഡിൽ ഒരു ഓണം വൈബ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അതിനൊരു കുറച്ച് ടിപ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കേൾക്കുക. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പറയുന്നത് വെച്ചാൽ, ഞാനൊരു 10 വർഷമായിട്ട് ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ബ്രാൻഡിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും അതിൽ റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരുന്നത്. നിങ്ങൾ കുറച്ച് നാൾ മുമ്പ് ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷമൊക്കെ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 2 വർഷമോ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ വർഷം നിങ്ങളുടെ ബ്രാൻഡിൽ നല്ല രീതിയിൽ സെയിൽ നടന്നിട്ടുള്ള പ്രോഡക്റ്റുകൾ എന്താണോ ആ പ്രോഡക്റ്റുകളുടെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഓർഡേഴ്സ് കിട്ടിയ ആ പ്രോഡക്റ്റുകൾ ഈ നിങ്ങളുടെ ബ്രാൻഡിൽ ഫസ്റ്റ് എന്ത് ചെയ്യുക, അതിൻ്റെ വീഡിയോസ് ആദ്യം ഫസ്റ്റ് ഇട്ട് തുടങ്ങാം. ഇപ്പം നിങ്ങൾ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും ഫോട്ടോസ് ഒന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളുടെ ഫോട്ടോ വീഡിയോ ഒക്കെ നിങ്ങൾ ആദ്യം ഫസ്റ്റ് നിങ്ങളുടെ പേജുകളിൽ കൊണ്ടുവന്ന് വീണ്ടും റീപോസ്റ്റ് ചെയ്ത് വെക്കുക. ഓണം വൈബ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആ ഫോട്ടോസോ വീഡിയോസോ കയ്യിലുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് പിൻ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള കസവ് മെറ്റീരിയൽസ്, ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ ഉണ്ടെങ്കിൽ ആ ഓർഡേഴ്സ് കിട്ടിയിട്ടുള്ള ഓർഡേഴ്സിൻ്റെ പലതരത്തിലുള്ള പോസ്റ്റുകളോ വീഡിയോസോ ഒക്കെ ആ രൂപത്തിൽ നിങ്ങൾക്ക് അതിനെ പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്കറ്റിലെ ട്രെൻഡുകളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഡിസൈൻസ് എന്താണോ അത് നോക്കിയിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റുകൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലേക്ക് കൊടുത്തു തുടങ്ങാം. അതിനോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓഫർ ആൻഡ് ഡിസ്കൗണ്ട് സെയിൽസ്. ഏറ്റവും കൂടുതൽ ഓണത്തിന് ആളുകൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നമുക്ക് ഓഫർ എന്തെങ്കിലും കിട്ടുമോ? ഇപ്പോൾ നമുക്ക് ഈ ഇലക്ട്രോണിക്സ് എടുത്താലും ഡ്രസ്സുകൾ എടുത്താലും എന്തും ഏതെടുത്തോട്ടെ, നിങ്ങളിപ്പോൾ ബ്യൂട്ടി പാർലർ ആണെങ്കിൽ അവിടെ എല്ലായിടത്തും ഓഫേഴ്സിൻ്റെ കാലമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ പ്രോഡക്റ്റുകൾക്ക് ഗീവ് അവേ കൊടുക്കാം, ഓഫേഴ്സ് ആൻഡ് ഡിസ്കൗണ്ട് സെയിൽ കൊടുക്കാം. നിങ്ങൾ ഇപ്പോൾ ഡ്രസ്സാണ് ചെയ്യുന്നതെങ്കിൽ ഡ്രസ്സിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു സിമ്പിൾ ജ്വല്ലറി നിങ്ങൾക്ക് അതിനോടൊപ്പം ഗിഫ്റ്റ് വയ്ക്കാം. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, ഓഫേഴ്സോ ഡിസ്കൗണ്ട് സെയിൽസോ അല്ലെങ്കിൽ ഗിഫ്റ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഓണം വൈബ് ആളുകൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് കൂടാതെ നമ്മളിപ്പോൾ ഷോപ്സിൽ, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റോറിലൊക്കെ പോകുന്ന സമയത്ത് സ്റ്റോറിലേക്ക് കയറുമ്പോൾ തന്നെ അവരവിടെ മുഴുവൻ എന്താണ്, ഒരു പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിരിക്കും. ഓണം എത്തുന്നത് ആക്ച്വലി സെപ്റ്റംബർ മാസത്തിലാണ് അല്ലേ. പക്ഷേ ഓഗസ്റ്റിന് മുമ്പ് തന്നെ എല്ലാ ഷോപ്പുകളിലും ആ ഒരു ഓണം വൈബ് അവർ ക്രിയേറ്റ് ചെയ്യും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺലൈനിലായിട്ടുള്ള നിങ്ങളുടെ ബ്രാൻഡിലും ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഒന്ന്, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഫോട്ടോസ് വീഡിയോസിലൊക്കെ മുമ്പിൽ വന്നിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അറ്റേഴ്സ്, നിങ്ങൾ ഇടുന്ന വസ്ത്രങ്ങളൊക്കെ ആ രീതിയിലുള്ളതായിരിക്കണം. അല്ലാതെ നമ്മൾ ഓണം ഓഫർ എന്ന് പറഞ്ഞിട്ടും നമ്മൾ ഇടുന്ന ഡ്രസ്സുകളൊക്കെ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഡ്രസ്സുകളാണ് ഇടുന്നതെങ്കിൽ അത് ഇതിനോട് യോജിക്കത്തില്ല, കസ്റ്റമറുമായിട്ട് അത് കണക്ട് ചെയ്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇടുന്ന ഡ്രസ്സുകൾ പോലും, അറ്റേഴ്സ് പോലും ആ രീതിയിലൊന്ന് മാറ്റുക. അതുകൂടാതെ നിങ്ങൾ വീഡിയോസോ ഫോട്ടോസോ എന്താണ് നിങ്ങളുടെ പേജിൽ ഇടുന്നത്, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ്, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ജമന്തി പൂക്കളോ അല്ലെങ്കിൽ ഓണം വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ നമുക്കവിടെ സെറ്റ് ചെയ്യാൻ പറ്റും, വിളക്കുകളൊക്കെ വെച്ചിട്ടോ ആ രീതിയിൽ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും ഈ ഒരു സ്റ്റോറിൽ ഓണം കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും കസ്റ്റമേഴ്സ് എന്തായിരിക്കും നോക്കുന്നത്, എല്ലായിടത്തും കോമൺലി കാണുന്ന ഡ്രസ്സുകളല്ലാതെ
കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് യുണീക്ക് ആയിട്ടുള്ള അറ്റയേഴ്സ് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ടോ, അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ. ഇപ്പോൾ സെറ്റ് സാരി സെറ്റുമുണ്ട് നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്നതാണ് അല്ലേ, നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ ആ സെറ്റ് സാരിയിൽ എന്ത് വെറൈറ്റി നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഓണത്തിലെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിരുന്ന എന്താണ്, അജ്രക്കിൻ്റെയൊക്കെ പാച്ചസ് വെച്ചിട്ടുള്ള സെറ്റ് സാരീസ് സെറ്റുമുണ്ടൊക്കെയാണ്. ഇപ്പോൾ വന്നിട്ട് കൂടുതലായിട്ടും പ്രിൻറ്റുകൾക്കാണ് അല്ലേ, ഇപ്പോൾ അജ്രക്കിൻ്റെ തന്നെ ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇപ്പോൾ മ്യൂറലിൻ്റെ പ്രിൻറ്റിൽ വെറൈറ്റി ഡിസൈൻസ്, ഇതൊക്കെയാണ് ആളുകൾ പ്രധാനമായിട്ട് നോക്കുന്നത്. അതുപോലെ അക്ഷരങ്ങളുടെ എഴുതിയിട്ടുള്ള പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ഡിസൈൻസ്. പുളിയിലേക്കര സെറ്റുമുണ്ട്. ആ സെറ്റുമുണ്ടിൽ തന്നെ അവർ ഡിസൈൻ കൊണ്ടുവന്നത് എന്തിനാണ്, ബ്ലൗസിലാണ്. അപ്പോൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള ബ്ലൗസുകളുടെ കാലമാണ്. അങ്ങനെ നമുക്ക് ഒന്ന് വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ, ഒരു യുണീക്ക് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം, എന്ത് യുണീക്നെസ് എനിക്ക് കൊടുക്കാൻ പറ്റും. എല്ലാ ഷോപ്പിലും കോമൺലി കാണുന്ന സാധനം എടുത്ത് നിങ്ങൾ വന്നിട്ട് കുറച്ച് ലാഭം ഇട്ടിട്ട് വിൽക്കാനായി നോക്കുന്നതിന് പകരം കുറച്ച് യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് നിങ്ങളുടെ ബ്രാൻഡിൽ കൊണ്ടുവരിക. ഇതിനായിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നുമല്ല, ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ആ സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണോ പ്രസൻറ്റ് ചെയ്യുന്നത് അതിലാണ് കാര്യം ഇരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ നിങ്ങളുടെ ഷോപ്പിലൂടെ, നിങ്ങളുടെ ഓൺലൈൻ ഷോപ്പിലൂടെ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ പ്രസൻറ്റ് ചെയ്യുന്നത്, അവിടെയാണ് കാര്യം ഇരിക്കുന്നത്. ഇനി നിങ്ങൾ ഓണം സ്പെഷ്യൽ അറ്റയേഴ്സ് നിങ്ങൾ നിങ്ങളുടെ ബ്രാൻഡിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോസ്റ്റുകളും മറ്റുമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റുകളുടെ അത് പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ നിങ്ങൾ പാക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോസ്, റീൽസ്, ആളുകൾക്ക് അത് കസ്റ്റമേഴ്സ് ആരെങ്കിലും വാങ്ങിയിട്ട് അവരുടെ ടെസ്റ്റിമോണിയൽസ്, ഇതെന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിൽ ഡെയിലി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. വല്ലപ്പോഴും അല്ല, ഓണം എന്ന് പറയുന്ന ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഓർഡർ കിട്ടുന്ന എത്ര ദിവസത്തിലായിരിക്കും. നമ്മളിപ്പോൾ ഓണത്തിൻ്റെ ഒരു 10 ദിവസം മുമ്പായിരിക്കില്ല നമ്മുടെ അതിന് വേണ്ടിയിട്ട് ഓണം കളക്ഷൻസ് ലോഞ്ച് ചെയ്യേണ്ടത്. പലപ്പോഴായിട്ടും ഞാൻ കണ്ടിട്ടുള്ള ഇതാണ്, പല ആൾക്കാരും ഈ ഓണം ഫോട്ടോഷൂട്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഈ ഫോട്ടോഷൂട്ട് മിക്കവാറും ഏതെങ്കിലും മോഡൽസിനെയോ ആക്ട്രസിനെയോ ഇൻഫ്ലുവൻസേഴ്സിനെ ഒക്കെ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് എപ്പോഴായിരിക്കും, ഓണത്തിൻ്റെ ദിവസം പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കും. നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്, നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക. എനിക്ക് ഓണത്തിൻ്റെ അന്നാണോ എൻ്റെ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോഷൂട്ട് ചെയ്ത് അന്നത്തെ ദിവസം ഇടാനാണോ, അതോ എനിക്കതിലൂടെ കച്ചവടം കിട്ടണ്ടേ? മോഡൽസിന് അല്ലെങ്കിൽ ആക്ട്രസ്സുമാർക്ക് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന് അന്നത്തെ ദിവസം പോസ്റ്റ് ചെയ്യാനായിരിക്കും അവർ ആ ഷൂട്ട് എടുക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എന്താണ്, നമുക്കതിൽ നിന്ന് ഓർഡർ കിട്ടണം. നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് അതായിരിക്കുമല്ലോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, ഓണത്തിന് നിങ്ങളിപ്പോൾ ഫോട്ടോഷൂട്ട്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം ഒന്നുകിൽ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരെ വെച്ചിട്ടെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യുന്ന, നിങ്ങൾ തന്നെ അതിൻ്റെ ഒരു മോഡലായി മാറുകയോ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റിനുമുള്ള ആൾക്കാർ ആരെങ്കിലും ഒക്കെ വെച്ച് നിങ്ങളൊരു മോഡൽ ഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് ദിവസം മുന്നേ എടുക്കുക. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ജൂലൈ മാസത്തിൽ തന്നെ ഇതെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് നിങ്ങളുടെ പേജിൽ പോസ്റ്റ് ചെയ്ത് തുടങ്ങുക. അത് പോസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് 1 മാസം മുന്നിലുണ്ട്. ആ 1 മാസത്തിൽ മാക്സിമം ഓർഡേഴ്സ് എടുക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് പോസ്റ്റുകളൊക്കെ ഇട്ട് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകളിലേക്ക് എത്തുമ്പോൾ അവർ വീണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടുള്ള മറ്റ് ഡിസൈൻസ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ കൂടെ ബ്രാൻഡിലേക്ക് കൊണ്ടുവരാം. അതായത് കസ്റ്റമർ ആവശ്യപ്പെടുന്ന പ്രോഡക്റ്റുകൾ കൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മളൊരു ഡിസൈൻ ലോഞ്ച് ചെയ്തു, അത് കൂടാതെ കസ്റ്റമറിൻ്റെ ആഗ്രഹപ്രകാരമുള്ള പ്രോഡക്റ്റുകളും കൂടെ നമുക്ക് ഇതിലൂടെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ എന്ത് ചെയ്യാം, ഏർലി ബേർഡ് ക്യാച്ചസ് ഇറ്റ് സ്പ്രേ അല്ലേ, നേരത്തെ തന്നെ റെഡി ആകുക. നമുക്ക് 1 മാസം മുമ്പേ ഓണത്തിനായിട്ടുള്ള ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുക, അതിനായിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾ ലോഞ്ച് ചെയ്യുക. ഇനി നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ഭംഗിയായിട്ട് നമ്മൾ പാക്ക് ചെയ്യുന്നതിന് പാക്കിംഗ് വീഡിയോ, ആ പാക്കിംഗ് വീഡിയോയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ഓണത്തിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടാനായിട്ട് ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. സദ്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ചിപ്സ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ പാക്കിംഗ് കവറിനകത്ത് ചെറിയൊരു പാക്കറ്റിൽ അതൊക്കെ വെക്കാം. ജ്വല്ലറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിനെ കൂടെ തന്നെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ പ്രോഡക്റ്റിന് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണമല്ലോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ്, എന്തിനാണ് കസ്റ്റമർ ആ സാധനം ഓപ്പൺ ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു വൈബ് ക്രിയേറ്റ് കിട്ടണം. അത് ആ ഒരു ഓണത്തിൻ്റെ മൂഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് അവർ എൻജോയ് ചെയ്യണം. അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് മാത്രമേ നമുക്ക് പിന്നീട് നമുക്ക് വീണ്ടും ഓർഡേഴ്സ് കിട്ടുകയുള്ളൂ. ഇത് നിങ്ങളുടെ പേജുകളിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസിയാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അതായത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പേജിൽ ഇന്നിപ്പോൾ ഓണത്തിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മറ്റ് പ്രോഡക്റ്റുകൾ, അതായത് ഇപ്പോൾ ഓണവുമായിട്ട് കണക്ട് ചെയ്യാത്ത സാധനങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ പേജിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് മിക്സപ്പ് ആയിപ്പോൾ അതൊരു മെസ്സി ആയിട്ടുള്ള ഫീൽ വരും. അതിന് പകരമായിട്ട് ഓണത്തിൻ്റെ കളക്ഷൻസ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു മന്ത് കംപ്ലീറ്റ്ലി ഓണത്തിനെ ഫോക്കസ് ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഡക്റ്റുകളായിരിക്കണം നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടത്. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുവരെയും ഓൺലൈൻ കളക്ഷൻസ് ലോഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കിഡ്സ് വെയർ ആണോ, അല്ലെങ്കിൽ ലേഡീസ് വെയറിൽ തന്നെ കുർത്തീസ് ആണോ, സ്കേർട്ടും ടോപ്പും ആണോ, ധാവണിയാണോ, സാരീസ് ആണോ,
ഏത് മേഖല ആയിക്കോട്ടെ, ഇനി നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഓണം കളക്ഷൻസ് ഇനി സമയം വൈകിക്കാതെ ഒരു 10 ദിവസത്തിനകം ലോഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റുകളിലൂടെ പറയാം 3 മുതൽ 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഷിപ്പിംഗ് ചെയ്ത് പ്രോഡക്റ്റ് സ്റ്റിച്ച് ചെയ്ത് ഷിപ്പ് ചെയ്യും. ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് പറയാം. ഇങ്ങനെ നമുക്ക് ആളുകളിലേക്ക് മാക്സിമം നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസിനെ കുറിച്ച് വീഡിയോസിനെ കുറിച്ച് മറ്റാരും അല്ല പറയേണ്ടത്, നമ്മളെക്കുറിച്ച് പറയേണ്ടത് നമ്മൾ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇത് അർജൻസി, അതായത് ആളുകൾക്കൊരു അർജൻസി കീപ്പ് ചെയ്യണം. അത് ഓണം എത്താറായി, ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് കോളേജിൽ പോകണം, എനിക്ക് സ്കൂളിൽ നന്നായിട്ട് പോകണം, ഓഫീസിൽ പോകണം, അതിൽ ഏറ്റവും നല്ല അറ്റയർ അത് ആരുടെ അടുത്ത് നിന്ന് മേടിക്കാം. അത് ഇപ്പോൾ പണ്ടൊക്കെ കസ്റ്റമേഴ്സ് ഓണത്തിന് ഒരു 10 ദിവസം മുമ്പായിരിക്കും സാധനം മേടിക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല, എല്ലായിടത്തും ഇവൻറ്റുകൾ നടത്തുന്നു, എല്ലായിടത്തും ആഘോഷം നടക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അസോസിയേഷൻ്റെ ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കാം, ഓഫീസിലുണ്ടായിരിക്കാം, കോളേജിലുണ്ടായിരിക്കാം. അപ്പോൾ എല്ലാവരും ഒരു ഡ്രസ്സ് മാത്രമായിരിക്കില്ല വാങ്ങുന്നത്, ഒത്തിരി ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യും. അതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാനുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ ആളുകൾ എപ്പോഴും സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഏറ്റവും നല്ല പ്രോഡക്റ്റ് എപ്പോൾ കിട്ടും, എങ്ങനെ വാങ്ങാം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വല്ലപ്പോഴും വന്നിട്ട്, അല്ലെങ്കിൽ ഓണത്തിന് ഒരു 10 ദിവസം മുമ്പ് നമ്മൾ പോസ്റ്റ് ഇട്ടിട്ട് ഒരു കാര്യം, ആ പോസ്റ്റ് റീച്ച് ആവത്തില്ല. അപ്പോൾ അതിന് കുറച്ച് നാൾ മുമ്പ് തന്നെ അതിന് വേണ്ടിയിട്ട് റെഡി ആവുക. സോ ഞാനിന്ന് പറഞ്ഞിട്ടുള്ള ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളുടെ ക്ലാസ്സുകളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബ്രാൻഡ് തുടങ്ങണം, ബ്രാൻഡ് തുടങ്ങി അത് മുന്നോട്ട് സ്കെയിലപ്പ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്താൽ മതി. നമ്മുടെ സെഷൻസ് അറ്റൻഡ് ചെയ്യുക. കോഴ്സസ് ഉണ്ട്, ലെവൽ 1 കോഴ്സിലേക്കൊക്കെ നെക്സ്റ്റ് മന്തിലേക്കുള്ള ലെവൽ 1 കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും സമൃദ്ധി എന്താണെന്നും ഇവിടെ എന്തൊക്കെയാണ് ഞാൻ പഠിപ്പിക്കുന്നതെന്നും എന്തൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ടൊക്കെ സാധിക്കും. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ഒരു ബ്രാൻഡ് തുടങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംരംഭത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമൃദ്ധിയിലേക്ക് ജോയിൻ ചെയ്യാം. എൻ്റെ സെഷൻസ് നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്കത് കൺവേ ചെയ്യുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ, അതായത് ഒരു ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിക്ക് മാത്രമേ, അല്ലെങ്കിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിന് മാത്രമേ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ റിയൽ എക്സ്പീരിയൻസ്, എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞു തരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള കമ്മ്യൂണിറ്റി ലിങ്കിലേക്ക് ജോയിൻ ചെയ്താൽ മതി. നമ്മളുടെ സെഷൻസ് എല്ലാ ആഴ്ചയിലും ഉണ്ടാകുന്ന സെഷൻസിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്, ലവ് യു ആൾ.